വർഷത്തിലോ മാസത്തിലോ ഒരിക്കലായിരിക്കും എൻ്റെ മുഖത്ത് ഈ പിമ്പിൾ വരുന്നത്. പിന്നെ പീരീഡ്സിന് മുന്നോടിയായിട്ട് വരാറുണ്ട്. പക്ഷേ ഇത് കുറച്ചധികം നേരത്തെ ആയിപ്പോയോ എന്നൊരു സംശയം. സാരമില്ല, അത് പൊയ്ക്കോളും. പിന്നെ ഞാൻ പോയിട്ട് രാവിലെ എണീറ്റ് ഉടനെ തന്നെ പായസം കഴിച്ചു. ഈ നെയ്പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കൊട്ടിയൂരിന്ന് കൊണ്ടുവന്നെയാ. പിന്നെ ഞാൻ പോയി അലക്കാനുള്ളതൊക്കെ അലക്കിയിട്ടു. അപ്പോൾ ദേ മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചധികം കൊഞ്ചും പിന്നെ നമ്മുടെ നെത്തോലിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചക്ക നമ്മുടെ ദേശീയ ഭക്ഷണമാണല്ലോ. പിന്നെ ദേ ഇവരെല്ലാം ഈ മീൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ തിരക്ക് കൂട്ടുവാണ്. പിന്നെ പയറ് മെഴുക്കുരട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേവിച്ചിട്ടാണ് ഞാൻ മെഴുക്കുരട്ടുന്നത്. അപ്പോൾ എണ്ണ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു, മഴയൊക്കെ ഏകദേശം പോയി തുടങ്ങി. ഇതേ നമ്മൾ മെഴുക്കുരട്ടിയിട്ടുണ്ട്, ഇതുപോലെ ആയി കിട്ടും കേട്ടോ. ഇതാകുമ്പോൾ എണ്ണ കുറച്ച് മതി. പിന്നെ നമ്മുടെ കൊഞ്ച് നല്ല തേങ്ങ അരച്ച് വെള്ളരിക്കയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ തേങ്ങ അരച്ചുണ്ടാക്കാനായിട്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പോയിട്ടൊരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ടു, ടാനൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്ന് പോയി കുളിച്ച് നല്ല സുന്ദരി കുട്ടപ്പിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറുണ്ണാം. അപ്പോൾ ഇന്ന് നമ്മുടെ ചോറിന് പയറ് മെഴുക്കുവരട്ടി ഉണ്ട്, പിന്നെ ചക്കയുണ്ട്, മോരുകറി ഉണ്ട്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇവിടുത്തെ ചക്ക ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചക്ക സീസൺ തുടങ്ങിയപ്പോൾ തൊട്ട് ഇവിടെ ചക്കയുണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ നമ്മൾ. പിന്നെ ഈ ഒരു മോരുകറി അടിപൊളിയാണ് കേട്ടോ. റെസിപ്പി വേണമെന്നവർ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ ഷെയർ ചെയ്തു തരാം. നല്ല കട്ടിയുള്ള മോരുകറിയാണ്, അത്യാവശ്യം നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ മോരുകറി കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അച്ചാറിൻ്റെ ഒരു കുറവുണ്ട്, അതില്ലാത്ത പിന്നെ കൊഞ്ചുകറി ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ചക്കയും നമ്മുടെ പൊരിച്ച മീൻ ഉണ്ടായിരുന്നു കേട്ടോ, നെത്തോലി പൊരിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി കൂട്ടി കുഴച്ച് അങ്ങോട്ട് നല്ലോണം കഴിച്ചു.